ഇത്ര കുറച്ചേ ചേരത്തുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പശ പോലെ ഇരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹലോ, ഞാൻ നിജു. വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കപ്പലണ്ടി മുട്ടായിയാണ്. അപ്പോൾ ഇത് സാധനം കിടില സാധനമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ശർക്കര കാച്ചാനുള്ള വെള്ളം, ഇതിലോട്ട് 1/4 കിലോ ഒരു പകുതി 1/4 കിലോ ഒരു പകുതി അളവിനനുസരിച്ച് നിങ്ങൾ ശർക്കര ചേർക്കണം. ഞാനിപ്പോൾ 3/4 കിലോയാണ് ചേർത്തിരിക്കുന്നത്. 3/4 കിലോ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഇതിനെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. തേയിലിൻ്റെ പീസ് ഏതെങ്കിലും എടുത്ത് വെച്ചിട്ട് കുറച്ച് മാവ്, എന്തെങ്കിലും ഒരു മാവ് കുറച്ച് ഇട്ടിട്ട്, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിനെടുത്ത് ഇതിലോട്ട് തട്ടണം. ഇനി ഇത് ഏതാണ്ട് ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസായിട്ട് ഇപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കാം. അധികം ഇത് ഉണങ്ങുന്നതിന്, അതായത് ഇത് കട്ട പിടിക്കും പെട്ടെന്ന് കയറി. അപ്പോൾ അതിന് മുമ്പായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമ്മളുണ്ടാക്കിയ കപ്പലണ്ടി മിഠായി ഇത് റെഡി ആയിട്ടിരിപ്പുണ്ട്. കണ്ടില്ലേ? നമുക്കിതൊന്നൊന്ന് കഴിച്ചു നോക്കാം. ഉണ്ടോ? ഒടിഞ്ഞു വരുന്നുണ്ടോ? സൂപ്പറായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ടോ? നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്ന അതേ കപ്പലണ്ടി മിഠായി. ചില കുറച്ചേ ചേർത്തുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പശ പോലെ ഇരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടില്ലേ? അപ്പോൾ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.